മോറൽ സയൻസിനെ കുറിച്ച് എന്തിനാണ് കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്? ജീവിത മൂല്യങ്ങളും പരസ്പര സ്നേഹവും കരുണയും കരുതലുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാനാണല്ലേ. എന്നാൽ മോറൽ സയൻസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിന് ഭീഷണിപ്പെടുത്തുകയും വഴക്ക് പറയുകയും ചെയ്യുന്നത് എന്ത് സന്മാർഗ പാഠമാണ്? മലപ്പുറം പെരിന്തൽമണ്ണയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് അധ്യാപകരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ജീവനൊടുക്കിയത്. മോറൽ സയൻസിൽ മാർക്ക് കുറവായതിനാൽ ഫീസ് നൽകാൻ കഴിയില്ലെന്ന് അധ്യാപകർ വാശി പിടിച്ചു. ഇതിൻ്റെ മനോവിഷമത്തിലാണ് തേജസ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. പെരിന്തൽമണ്ണ പൂങ്ങോട്ട് വീട്ടിൽ ഹരീഷിന്റെയും ജിഷയുടെയും മകൻ തേജസിനെ ഈ മാസം 1-ാം തീയതിയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തേജസ് ആത്മഹത്യ ചെയ്തത് സ്കൂളിൽ നിന്നുള്ള മാനസിക പീഡനം കാരണമാണെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. സ്കൂൾ അധികൃതർ നടത്തിയ മോറൽ സയൻസ് പരീക്ഷയിൽ ആദ്യം തേജസ് പരാജയപ്പെട്ടിരുന്നു. ഈ പരീക്ഷ വിജയിച്ചാലേ ടി.സി നൽകാനാകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നുവെന്ന് രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നു. മോറൽ സയൻസിൽ മാർക്ക് കുറവായതിനാൽ പരീക്ഷ എഴുതിയാലേ ടി.സി നൽകുമെന്ന് അധ്യാപകർ വാശി പിടിച്ചു. ഇതോടെയാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ടി.സിയിൽ ഇങ്ങനെ റെഡ് മാർക്ക് ഇടും, നല്ലൊരു സ്കൂളിലും പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗം ടീച്ചർമാരുടെ ഈ ഭീഷണിയും ഈ പ്രിൻസിപ്പളുടെയും ഈ ജിഷ മിസ്സും പിന്നെ വേറൊരു മിസ്സും കൂടി ഉണ്ട്, എൻ്റെ പേര് എനിക്ക് കറക്റ്റ് ജിജിയോ അങ്ങനെ എന്താണ് തോന്നുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ഭീഷണി മൂലമാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത്. വേറെ വീട്ടിലോ വേറൊരു പ്രശ്നങ്ങളോ ഇല്ലാത്ത കുട്ടിയാണ്. വീട്ടിൽ അങ്ങനെ ഒരു വാശിയോ കുറുമ്പൊന്നും കാട്ടിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ടീച്ചറുടെ പ്രിൻസിപ്പാളുടെയും ഈ നടപടി കാരണം തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അല്ലാതൊരു കാരണം കുട്ടിക്ക് ഇതുവരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നോ വേറെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അധ്യാപകർ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതിനാലാണ് ടി.സി ആവശ്യപ്പെട്ടതെന്നും അവർ പറഞ്ഞു. റിസൾട്ട് വന്നിട്ട് അവനോട് തോൽപ്പിക്കും അവനെ എന്ന് പറഞ്ഞു. പരീക്ഷ എഴുതി ജയിച്ചിട്ടില്ലെങ്കിൽ അവനെ തോൽപ്പിക്കും, വേറെ സ്കൂളിലൊന്നും കൊണ്ടുപോയി ചേർക്കില്ല, അവൻ്റെ റെഡ് മാർക്ക് ഇടും, എന്താ പറയുക, പ്രോഗ്രസ് കാർഡിലൊക്കെ റെഡ് മാർക്ക് ഇട്ടിട്ട് ഈ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര പേടിയായി. അവൻ എങ്ങോട്ടും പോവുകയൊന്നും ചെയ്യാണ്ട് ദിവസം ഇരുന്ന് പഠിക്കന്നെ പരീക്ഷ ടൈം ടേബിൾ വന്നപ്പോൾ രാത്രി 10-11 മണി വരെ ഇരിക്കുക, രാവിലെ നേരത്തെ നീച്ചിട്ടൊക്കെ പഠിക്കുക, എല്ലാവരും പാസ്സാകാൻ വേണ്ടിയിട്ട് എന്നാലും അവർ ടി.സി തരുള്ളൂ പറഞ്ഞു. അതിൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിലും പാസ്സായിരുന്നു. സ്കൂളിൽ നടത്തുന്ന ഒരു വിഷയമുണ്ട്, അവർ ഈ ബൈബിളിൻ്റെ എന്തൊക്കെ പഠനമായിട്ട് MSc പറഞ്ഞൊരു സബ്ജക്റ്റ്, അതിൽ മാർക്കില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ടി.സി കൊണ്ടാൻ വേണ്ടി വേറെ സ്കൂളൊക്കെ നോക്കി വെച്ച് ഓന് ബോയ്സ് സ്കൂളിലേക്ക് പോയാൽ മതി, അവിടെ ഏട്ടൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ പോവാ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടി ടി.സിക്ക് ചെന്നു. അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു ടി.സി വാങ്ങാനാണ് വരുന്നത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഈ വിഷയം എഴുതണ്ടല്ലോ പറഞ്ഞപ്പോൾ അത് എഴുതാതെ അവർ ടി.സി തരില്ല പറഞ്ഞു. സംഭവത്തിൽ പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തേജസിന്റെ കുടുംബം. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.